ഇനി ബോർഡറിലോട്ട് 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നിന്നോട് ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വരുന്നവരെ നിന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. കിടക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ കിടക്കുന്നത് നോക്ക്. ഇവിടെ വരെ വരും, ഇവിടുന്ന് കാലിതാ ഇവിടെ വരും. സോ ഗൈസ്, ഡേ 8 അല്ല, ഡേ 9 എല്ലാവർക്കും സ്വാഗതം. യു കുക്കിയർ, നമസ്കാരം. സോ നമ്മളുള്ളത് ഇപ്പം വർക്കലയിലാണ്. വർക്കലയിൽ നമ്മളെ വണ്ടി സെറ്റപ്പ് ആക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇച്ചേക്കിങ് നൊമാഡ് അവൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു ഗൈസ്. എന്നിട്ടാ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അത് സെറ്റപ്പ് അതാ സുഹൈലും പിന്നെ ആസിഫും ഇവരുടെ പ്രോപ്പർട്ടിയാണ്. എടാ വർക്കല എവിടെയായിട്ടാ? കുരക്കണ്ണി. യെസ്, ഇതാണ് കേട്ടോ അവരുടെ പ്രോപ്പർട്ടി. കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നമ്മള് ബ്ലാക്ക് ബീച്ചിൽ, കറുത്ത ബീച്ച് ക്ലിഫിലല്ലേ പോന്നെ? ക്ലിഫിൽ നിന്ന് പിന്നെ എടുത്ത് ചാടേണ്ടി വരും. ഇതാകുമ്പോ താഴെ ബ്ലാക്ക് ബീച്ച് ആകുമ്പോ കുഴപ്പമില്ല, നമുക്ക് ചാടല്ല, നേരെ വെള്ളത്തിൽ പോയാൽ മതി. അപ്പൊ ആഫ്രിക്കൻസ് ഇല്ല ബ്ലാക്ക് ബീച്ചിൽ? ആഫ്രിക്കൻസ് ഉറക്കം കേട്ടോ. അവര് നിമ്മിയൊക്കെ എന്ന് പറയുമ്പോ വെളുപ്പാല 6 മണി വരെ മൊബൈലിൽ കുത്തിയിരിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പൊ അവര് പറഞ്ഞില്ല കേട്ടോ, അവർക്ക് മൂടില്ല. ഓക്കെ, നമ്മളെ കൂടെ ഇതെന്റെ കസിൻ ഇവിടുത്തെ മെയിൻ റിച്ച്. റിഷാദിനെക്കാട്ടി നല്ല റിച്ചു ആടാ. കണ്ണാപ്പി പേരാണ് റിഷാദ്. ഏത് റിഷാദ്? വളരെ ഫ്രഷ് നെയിം. അപ്പൊ നമ്മളെ വണ്ടി എടുത്തിട്ട് കുക്കിയർ കമോൺ കുക്കിയർ ചലോ. ഇന്നത്തെ പ്ലാനിൽ കൂടി നമ്മളിത് പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടുന്ന് കന്യാകുമാരിയിലോട്ട് പോവാണ്. പക്ഷെ ഞങ്ങളെ വണ്ടീൻ്റെ ഒരു പേപ്പർ കിട്ടാനുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അയച്ചിട്ട് ഇന്ന് ചൊവ്വാഴ്ച രാവിലെയാണ്. ഇതുവരെ സ്പീഡ് പോസ്റ്റ് ഇവിടെ എത്തിയിട്ടില്ല. നടന്നു വന്നിരുന്നെങ്കിൽ പോസ്റ്റ്മാൻ ഇപ്പം വയനാട്ടിൽ നിന്ന് കൽപ്പറ്റ എത്തിയാണ്. അങ്ങനെ നമ്മൾ വർക്കല എത്തിയിരിക്കുകയാണ്. വർക്കല ക്ലിഫിൻ്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ്, ഇതാണ് പാർക്കിംഗ് ഉണ്ടാവും. ഇതാണ് ഹെലിപാഡ്. വർക്കല ക്ലിഫ് ഹെലിപാഡിൻ്റെ സൈഡ്. ഇവിടെ നിന്നാണ് ഏറ്റവും കിടിലം വ്യൂ ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അത് കാണാൻ വേണ്ടി വന്നാണ്. അതിനുശേഷം നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ. ക്ലിഫൊക്കെ പൊട്ടി വെക്കാൻ തുടങ്ങിയല്ലോടാ, കൊള്ളാലേ. കുറേ ആൾക്കാർ അത് അവിടെ കുളിക്കുന്നുണ്ട്. എന്തായാലും കിടിലൻ വ്യൂ. അതൊക്കെ കുക്കിയർ വരുന്നു. കുക്കിയർ എന്തുവാ കളിക്കുന്നത്? കുക്കിയറിന് മടുത്തു തോന്നുന്നു കേരളം. കുറേ ദിവസമായി. എന്തുവാ കയ്യിൽ? മുട്ടായിയോ? പാൻപരാഗാണോ? മുട്ടായി ആണല്ലേ. നമ്മളെ ഗൈഡ് മുന്നിൽ പോകുന്നുണ്ട്. നമ്മൾ ക്ലിഫിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഗൈഡ്. എക്സ്പെൻസീവ് ഗൈഡാണ്, വെരി എക്സ്പെൻസീവ്, റൈറ്റ്? യെസ്. എടാ ഇത് എനിക്കും താട്ടറാ അക്കീറേ. ഇത് സബ്സ്ക്രൈബ്. ഓ കറക്റ്റ്. പേര് നിതിൻ. എവിടെന്നാ? തൃശ്ശൂര്. പേര് ജോയൽ. എന്തുവാ? മണ്ണല്ലേ, വേറൊന്നുമല്ലല്ലോ. വേറെ പറഞ്ഞു കേട്ടില്ലേ? ഓക്കെ, എല്ലാരും തൃശ്ശൂര് ആണോ? അപ്പം പൊളിക്കുന്നാല് കഴിഞ്ഞോ? വെള്ളത്തിലിറങ്ങി പോവാ? നീ മാത്രമേ ഇറങ്ങിയുള്ളൂ? ഇവന്മാര് പോരാടാ. വെള്ളത്തിൽ ഇറങ്ങാത്തൊരു ആന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇറങ്ങണം. താങ്ക് യു. എന്നാ ശരി. അപ്പൊ നമ്മളിതാ ഈ ക്ലിഫിന്റെ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നാണ് താഴോട്ട് ഇറങ്ങേണ്ടത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. കുക്കീർ, നമ്മൾ ബ്ലാക്ക് ബീച്ച് പോകാനാണ് വിചാരിച്ചത്. പക്ഷെ ബ്ലാക്ക് ബീച്ച് എന്ന് പേരിട്ടുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. മാൻ, അടിപൊളി കിടിലൻ വ്യൂ. ഇവനാണ് ഫേമസ് ബ്ലോഗർ. എന്നിട്ട് ഒരു എത്ര രൂപ ബാർഗൈൻ ചെയ്യുന്നത് ചേട്ടാ? 300 രൂപ. ആരാ ബാർഗൈൻ ചെയ്ത്? ഞാനാണോ അവനാണോ? പക്ഷെ ഞാൻ ചേട്ടന്റെ അടുത്ത് ബാർഗൈൻ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പുള്ളി ഒരു ഫേമസ്. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട് ആരാണ് നിങ്ങൾ ഉപകാരപ്പെടുന്നത് നിങ്ങൾ തമ്മിൽ ഞാൻ പറയത്തില്ല. അതെ, സംഭവം ഒന്നുമില്ല. ഒരു കൊടയും ഒരു സീറ്റും 300 രൂപ അല്ലേ? അപ്പൊ ഞങ്ങൾ ചോദിച്ചു 200 രൂപ തരുമോന്ന് ചോദിച്ചു.
തരൂല ഒറ്റയടിക്ക്. ചേട്ടന്റെ ഡെഡിക്കേഷൻ അസംഭവ്യം. പക്ഷെ എത്ര മണിക്കൂർ തരും അത്? സമയം നിങ്ങളുടെ ഈവനിങ് വരെ ഇരുന്നാലും കുഴപ്പമില്ല. ഇരുന്ന് മടുക്കുമ്പോ ഇവിടെ തിരിച്ചുകൊണ്ട് തരണം. ഒന്നും വേണ്ട, അവിടെ വെച്ചിട്ട് വൈകുന്നേരം വരെ ഇരിക്കാമോ? വൈകുന്നേരം വരാ മടുക്കുന്നോന്ന് പറയുമ്പോ 6 മണി ഇരുട്ടത്തൊന്നും ആരും ഇരിക്കത്തില്ല. അങ്ങനല്ല പറ്റോ? 6 മണി വരെ അല്ല, അതായത് ഞങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാൻ പോകത്തില്ല. അല്ല അതന്നെ, അത് ഞങ്ങളിപ്പോ മേടിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അതവിടെ വെക്കാൻ പറ്റുമോ? തിരിച്ചു വന്നാല് അവിടെ ഇരിക്കും, നമ്മളെടുത്തെങ്കിലേ അതിന് വരൂ. അല്ല, അപ്പൊ തിരിച്ചു വരുമ്പോ നിങ്ങൾ വീണ്ടും തരുമോ തന്നെ ആ പൈസക്ക്? ഓക്കെ, അപ്പൊ അത് ലാഭം കേട്ടോ. ലാഭം. അപ്പം അല്ല, മാമാക്ക് അറിയാം ആരും വൈകുന്നേരം വരെ ഇരിക്കൂല. നമ്മളിവിടെ പിടിച്ചു കറിയൊന്നും ഇല്ല. ഇവിടെ 22 വർഷമായിട്ട് നമ്മൾ ഇതേ റേറ്റിന് കൊടുത്തോണ്ടിരിക്കുന്ന. കഴിഞ്ഞ് നമുക്ക് എന്നാ എന്തായാലും ഇത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഓർഡർ എടുക്കാം. ഓക്കെ, ഗൂഗിൾ പേ ഇല്ലേ? നമുക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ആവശ്യമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? ബ്യൂട്ടി കോമ്പറ്റീഷന് പോകേണ്ട ചെറുക്കനാ അവൻ. കറുത്ത ഇതേ ഇവിടെ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇവിടെ വരുന്നവരെ സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ള ഒരൊറ്റ ധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഭാഗത്താണ് തെറ്റ്, സോറി ചേട്ടാ. കമോൺ, വരൂ. ഓക്കെ വരൂ. നീ എല്ലാം കേട്ടോണ്ടിരുന്നല്ലേ? ആരെ ഭാഗത്താ തെറ്റ്? ഇവന്റെ അടുത്തല്ലേ തെറ്റല്ലേ? ഓ സമാധാനം. എല്ലാം അവൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അവൻ അറിഞ്ഞൂടാ. അതെ, യാസീം വ്ളോഗ്സ് പോവും, നാളെ പോവും. യാസീം വ്ളോഗ്സ് നാളെ പോവും. പിന്നെ ഞാനേ ഉള്ളൂ അവന് കേട്ടോ. എന്റെ മോനെ, നീ ഇവന്റെ അനിയൻ തന്നെ അല്ല, ഇവന്റെ അനിയനായിട്ട് ജനിക്കാൻ പാടില്ലായിരുന്നു. സോ ഗൈസ്, മാമൻ നല്ല കോമഡിയാ. മാമൻ എല്ലാ ഡയലോഗും അടിച്ച് 300 രൂപ എറിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേരാന്ന് പറഞ്ഞു. അവസാനം മാമന്റെ ഒരു സെന്റി ഡയലോഗ്, ഇത്ര പ്രായമുള്ള ഞാൻ എടുക്കണം, നിങ്ങൾ എടുക്കൂ. സന്തോഷത്തോടെ ഞങ്ങൾ എടുക്കുന്നു. ഗൈസ്, എല്ലാം ഒരു ജോക്കായിട്ട് എടുക്കണം. പിന്നെ പുള്ളിക്കാരനും ഒരു വിഷമമില്ല, ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ സംസാരിക്കലുണ്ട്. അപ്പം ആ രീതിയിലെല്ലാം എടുക്കുക. ഇതാ ബീച്ചിലൊരു കിടിലൻ സെറ്റപ്പ് തന്നെ ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കണ്ടുനോക്കൂ. മാഹിൻ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മാഹിനെ ഇപ്പോൾ വിളിച്ച് കയറ്റും. പി അടിച്ചിട്ട് സെറ്റ്. ഞങ്ങൾ വർക്കല ബീച്ചിൽ നിന്നെല്ലാം ഇറങ്ങി നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഈ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം അല്ലേ? ഇത് കോവളം സൈഡ്. അപ്പം ഒരു കീ ചെയിൻ പുള്ളിക്കാരന് കൊടുക്കാൻ. എങ്ങനെ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് ജോയൽ. ജോയൽ. എവിടെയാ? എന്നോട് പത്തനംതിട്ട റാണി. അപ്പൊ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ? ഓക്കെ. സന്തോഷം കണ്ടത്. സോറി, ഞാനിത് തരാൻ വിട്ടുപോയി. നല്ല ചോറ്. You like it? എല്ലാം കഴിഞ്ഞ് മാഹിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്ന് കന്യാകുമാരിക്ക് പോവാണ്. സോ നമ്മൾ ടാറ്റ പറയാണ്. എല്ലാം പോയോ? മാറ്റിനി ടാറ്റ. മാക്കി ടാറ്റ പറയുന്നതിന് ബൈ. മിമി, you are coming? Okay. So see you in, if you are coming to Wayanad, call me, okay? Okay, bye. Bye. Yasin vlog. Write me autograph, please. Sure. Give me your hand like this. 20 rupees. Yeah, 20 rupees. Thank you. We'll buy chai, okay? This gift is from Mimi, Ugandan chaya. No, Kenyan, right? Chai from Mimi, and Thank you. this giraffe by From me. Mimi. No, Maki. So you racist. You racist. Maki is racist. Yes. Bye. See you guys. See you. Crying. See my eyes. You guys made me laugh. Like I laughed a lot during this very short time. Yes. You have the best duo. I admire your friendship. Thank you. Cook here. Why are you crying? I come crying because no more Kerala food because of you. Don't go. See guys, you Stay. Stay there, Akir. No problem. Go, I can thumbnail. Very good thumbnail. stay with us. Stay, please. See guys, you're
Kai is taken away by the African girls. But, Please stay. Don't go. but we have to go. Please stay. Don't go. Me also. Dubdi. Thumbnail. Go. നിക്കി പോയി തമിഴ്നാട്ടില് I am married. Okay. ചുമ്മാ വേണ്ട വീഡിയോയുടെ ഫ്രണ്ടിലാ This boy in video not touching. Oh, video But not after touching. video, everything, guys. only touching Only touching. ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ് എക്സ്പോസ്ഡ് Never touch you. Mistake also? No. how much money he gave you Nothing. 1 rupee. Just now he gave you an autograph. Yeah. He gave you with the slipper like this. Like this. Yeah. Good That touch. is- that is- Good touch, right? Then we are touching her, pet touch. Why? കാണാം. പൊളിച്ചിട്ടോ Come on. നീ ഒന്ന് പുറത്ത് വാ. സോ ഗൈസ് ഞങ്ങൾ ഫൈനലി നമ്മളെ മാഹിനോട് വിട പറഞ്ഞിട്ട് പോവുകയാണ്. നിന്നോട് ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഇത് ഞാൻ വീഡിയോയിലാട്ടോ പറയുന്നത്. യു കം ഹിയർ. ഒന്നുമില്ല, വലിയ സീരിയസ് ആയിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഒന്നുമില്ല. ഇവിടെ വരുന്നവരെ നിന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. അല്ല, പലരും പറഞ്ഞിട്ടില്ല. അത് എന്താ നീ ചോദിക്കരുത്, തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കാണുന്നതല്ല മാഹിൻ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ല ആളാണ്, നല്ല വ്യക്തിയാണ്, വളരെ നല്ല വ്യക്തിയാണ്. പിന്നെ ഇവിടെ നമ്മൾ വന്നിറങ്ങിയ മുതൽ ഇതാ തിരിച്ചിന്ന് ഇവിടെ പോകുന്നവരെ 1 രൂപ ഞങ്ങളെ കൊണ്ട് ചിലവാക്കിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും നോക്കിയത് മാഹിനാണ്. അതങ്ങനെയാണ്. പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു മനസ്സിൽ. അതും എങ്ങനെ പറയും? അപ്പോൾ ആരാണത് പറഞ്ഞതെന്ന് നീ ചോദിക്കും, അങ്ങനെ ചോദിക്കുമല്ലോ. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ വയനാട് വരണം. അത് ഇനി എന്ത് ചോദ്യമാ? ഇവിടെ വരുന്നവരെ യൂട്യൂബേഴ്സ് ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാ. ആ യൂട്യൂബ് ഫ്രണ്ട്സ് അല്ല, സാധാ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. KCRTC, chalo. എടാ ഈ റൂട്ട് മാപ്പ് ഇട്ടത് പിന്നെ നിന്റെ വാപ്പ പറഞ്ഞ സ്ഥലം വൈക്കൂടെ. അതിനെ കാണിക്കും. ഞങ്ങൾ അവിടെ എത്തിയിട്ട് മെസ്സേജ് അയക്കാം. റിച്ച് വ്ളോഗ്സ് വലുതായി വരട്ടെ. നമ്മളിതാ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ നെയ്യാറ്റിൻകര വഴി നേരെ നാഗർകോയിൽ, അവിടുന്ന് കന്യാകുമാരി. അപ്പം സമയം 7:05 കാണിക്കുന്നത്. സൺസെറ്റ് നമുക്ക് കിട്ടൂല, അപ്പോഴത്തേനും രാത്രിയാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ജീപ്പിൽ തന്നെ കിടന്ന് ഉറങ്ങാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ കൃത്യമുണ്ട്. 100 കിലോമീറ്ററാണ് ഇവിടുന്ന് ഉള്ളത്. അപ്പം മാഹിൻ്റെ വീട്ടിൽ അടിപൊളിയായിരുന്നു. 4 ദിവസത്തോളം, അതായത് 3 ദിവസം അവിടെ കിടന്ന്, അത് 4 വെള്ളിയാഴ്ച വന്ന്, വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു, ഞായർ കഴിഞ്ഞു, തിങ്കൾ കഴിഞ്ഞു, ഇന്ന് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം അടിപൊളിയായിട്ട് നോക്കി. സോ മാഹിൻ, ബിഗ് താങ്ക്സ്. പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും വളരെയധികം നന്ദി, നമ്മളെ പൊന്നുപോലെ നോക്കിയതിന്. അങ്ങനെ ആയിരിക്കണം വരുന്ന പിന്നെ ഗസ്റ്റിനെ എങ്ങനെ നോക്കണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മാഹിന് നല്ലോണം അറിയാം. അപ്പം അതുപോലെ മാഹിൻ ട്രീറ്റ് ചെയ്തു. സോ നമ്മളും ഹാപ്പിയാണ്. അവൻ്റെ വീട്ടിൽ കയറി ചെന്ന ഞങ്ങളും ഫുൾ ഹാപ്പിയാണ്. നമ്മൾ പോകുന്നവരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കാരണം അവൻ്റെ 2 ട്രിപ്പാണ് മുടങ്ങിയത്. ഓൻ കേരളത്തിൽ എവിടേക്കോ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിനായിരുന്നു. അവരെയും കൊണ്ട് നമ്മൾ വന്നുകൊണ്ട് അവനത് സാധിച്ചില്ല. എന്തായാലും ബിഗ് താങ്ക്സ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് സീ യു ഇൻ ദ റോഡ്. പോകുന്ന നോക്കി ഇതാ എൻ്റെ ചെരുപ്പ് ഓൾറെഡി മാഹിൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാങ്ങണം. ഞങ്ങൾ വണ്ടീൻ്റെ RC ബുക്ക് ഇതുവരെ പ്രിൻ്റ് എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ, ഓൺലൈനായിട്ടാണല്ലോ വരിക. അപ്പം പുള്ളി അവിടെ വർക്ക് ചെയ്യാണ്. പിന്നെ പുള്ളി അതിൻ്റെ ഓണറാണ്. സോറി കേട്ടോ, പേര് നിവിൻ എന്നാണ്. അപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ പേരെന്താ? കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞ എൻ്റെ ചെരുപ്പ് ഞാൻ കാണിച്ചല്ലോ, ഇതുണ്ടോ പൊട്ടിയിട്ട്.
അപ്പോൾ പുതിയ ഒരെണ്ണം മേടിക്കണം. നല്ല മനുഷ്യന്മാരെല്ലായിടത്തും ഉണ്ട്. പുള്ളി എൻ്റെ കൂടെ വരിക. പുള്ളീൻ്റെ ഷോപ്പ് ഇവിടുന്ന് ഒരു 100-200 മീറ്റർ മാറിയില്ല, കട വരെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു. ഓക്കെ, അപ്പം നമ്മളെ RC ബുക്ക് ഒന്ന് ലാമിനേഷൻ ചെയ്ത് കിട്ടാൻ 5 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ പോയി ചെരുപ്പ് മേടിച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മളിതാ പുതിയ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു. നീ മാസ്ക് ഇടാണ്ട് പിന്നെ കിട്ടി നിൻ്റെ. നമുക്ക് പോവാം, ഇനി വണ്ടീൻ്റെ അടുത്തോട്ട് പോവാം. വണ്ടി അങ്ങ് അവിടെ എങ്ങോ ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ചെറുക്കൻ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. അവന് 10+2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അവൻ്റെ അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്, അമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് 2 ഷോപ്പുകളുണ്ട്, ഈ അക്ഷയ സെൻറ്റർമാർ. രണ്ടും അവനാണിപ്പോൾ നോക്കി നടത്തുന്നത്. ഈ ചെറുപ്രായത്തിൽ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് അവൻ. അവൻ്റെ ക്യാരക്ടറും പൊളി. ഞാൻ അവനോട് ചോദിച്ചു ചെരുപ്പ് കട എവിടെയുള്ളതെന്ന്. അവൻ എന്നെ കൂട്ടി കൊണ്ടുപോയി ചെരുപ്പ് കടയിൽ നിന്ന് ചെരുപ്പ് മേടിച്ച് തിരിച്ചു വന്നു. കഴിച്ച് നല്ല കിടിലൻ ക്യാരക്ടർ. ഇങ്ങനെ ആയിരിക്കണം. എന്തായാലും അവൻ്റെ അച്ഛനും അമ്മയും നല്ലൊരു മകനെയാണ് വളർത്തിയിട്ടുള്ളത്. കാരണം അത്രയും സന്തോഷമായി. എന്താ പറയുക, ഒരു സ്ഥലവും ഒന്നും അറിയില്ലല്ലോ. അവന് മനസ്സിലായി എനിക്ക് ഈ ഏരിയ. ഞാൻ പറഞ്ഞു വയനാട്ടുകാരനാണ്, ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ എന്നെയും കൂട്ടി പോയി എല്ലാം മേടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണം, അത് നമ്മൾ പോകണം, വൈകി എടുക്കും. ഇത് ഉണ്ടായിരുന്നതാണ്, എവിടെ മിസ്സായി. 15/10 വരെ ഉണ്ട്. പിന്നെ ഇത് പോയതാണ്, പേപ്പർ വീണു പോയതാ. അപ്പം ഇൻഷുറൻസ് റെഡി, ഓൾ തിങ് ഈസ് റെഡി റെഡി റെഡി, കീപ് ഇറ്റ് ഇൻസൈഡ്. ഇനി ബോർഡറിലോട്ട് 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ, കേരള ബോർഡർ, തമിഴ്നാട് ബോർഡറിലോട്ട്. അപ്പം കേരളത്തിൽ നിർത്തിയിട്ട് ഒരു ചായ കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് വട. ഇനി കുറച്ച് ദിവസത്തിന് ഇതൊക്കെ നമുക്ക് മിസ് ചെയ്യും, കേരള ചായയും. ഫൈനലി നമ്മൾ കേരളം കഴിഞ്ഞു തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എവിടെയാണെന്ന് ബോർഡറെന്ന് കറക്റ്റ് മനസ്സിലായില്ല. പക്ഷേ കാരണം തമിഴ്നാട് പോലീസിനെ കാണാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിയത് തമിഴ്നാട് എത്തി. അതുപോലെ ബോർഡ് മൊത്തം തമിഴ്നാട്ടിലോട്ട് മാറി. അപ്പം ഈ ട്രിപ്പിലെ ആദ്യത്തെ സ്റ്റേറ്റായ തമിഴ്നാട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ മലയാളം ബോർഡൊക്കെ കാണുന്നുണ്ട്, പിന്നെ കേരള വണ്ടികൾ കാണുന്നുണ്ട്, രജിസ്ട്രേഷൻ. പക്ഷേ വി റീച്ച് തമിഴ്നാടു. സോ അണ്ണ വണക്കം ടു തമിഴ്നാടു. വണക്കം വണക്കം. സോ ഹാപ്പി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിലോട്ട് വരുന്നത്, ഈ കന്യാകുമാരിയിലോട്ട് വരുന്നത്. ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് 2022 ഇവിടെ കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് തീർത്ത K2K. എന്നിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്. അന്നാണ് ഞാനും ഫായിസും ആദ്യമായിട്ട് ഇവിടെ കന്യാകുമാരിയിലോട്ട് വന്നത്. കൊള്ളാട്ടോ, അടിപൊളി. നമ്മൾ ഇങ്ങനെ ആദ്യത്തെ വിഷ്വൽസാണ്, തമിഴ്നാട്ടിലത്തെ ആദ്യത്തെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. ഇനി 36 കിലോമീറ്റർ നമുക്ക് ഓടാനൊക്കെ ഉണ്ട്. എവിടെയാണെന്നുള്ളതെന്ന് നമുക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഞാനും അക്കീറും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നില്ലേ? അപ്പം എവിടെ എത്തിക്കുന്നു, എവിടെ അറിയില്ല. 7:08 8:19 അവിടെ എത്തുന്നാണ് കാണിക്കുന്നത്. ചൂടും പോകുകയാണ്. വണ്ടിയിൽ എങ്ങനെ കിടന്നുറങ്ങുന്നുള്ളത് അറിയില്ല, നോക്കാം. അതൊക്കെയല്ലേ ഇതിൻ്റെ ത്രില്ല്. സൂഹിക്കാനാണെങ്കിൽ യാത്ര നടക്കൂലല്ലോ. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ രാത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും 10-20 കിലോമീറ്റർ പോകാനുണ്ട്. കുറേ ഒരു സമാധാനമാണ് കേട്ടോ. നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് കേരള വണ്ടിയാണെന്ന് മുന്നിലൊരു കേരള വണ്ടി പോകുന്നുണ്ട്, വേണ്ടൊരു സമാധാനം. അപ്പം ഇനി നമുക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളല്ല, ഒന്ന് ഭക്ഷണം കഴിക്കണം, ഡിന്നർ കഴിക്കണം. അതിനുശേഷം എവിടെ വണ്ടി വെച്ച് കിടന്നുറങ്ങണം എന്നുള്ളത് കണ്ടുപിടിക്കണം. പണ്ട് ബൈക്കിലാകുമ്പം ഇതിനും കുറച്ചുകൂടി പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി ടെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ കിടക്കാൻ. ഇത് ഞങ്ങൾ ഈ വണ്ടീൻ്റെ അകത്ത് തന്നെ കിടക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു സേഫായിട്ടൊരു സ്ഥലം വണ്ടി നിർത്താൻ കിട്ടിയാൽ തന്നെ നമുക്ക് സെറ്റായി. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നൈറ്റായി. നാളെ മുതൽ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് നേരത്തെ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുക്ക് ചെയ്ത് ആ ഒരു ലെവലിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഫൈനലി ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ദിവസമാണ് ജീപ്പിൽ കിടന്നുറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. കന്യാകുമാരീൻ്റെ പകൽ വ്യൂ ഒക്കെ നാളെ കാണിക്കാം. ഇന്നിപ്പോൾ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല, രാത്രി ആയല്ലോ. അപ്പം എവിടെ സ്റ്റേ ചെയ്യും എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ട് ഇങ്ങനെ ആരെങ്കിലും കന്യാകുമാരി ഉണ്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ഈ വണ്ടി ഒരു പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു പുള്ളിക്കാരൻ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിൽ അപ്പം തന്നെ മെസ്സേജ് അയച്ച്, പിന്നെ പുള്ളി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. അതിൻ്റെ പാർക്കിങ്ങിന് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. വ്യൂ കറക്റ്റ് ബീച്ചിലോട്ടുമാണ്. അപ്പോൾ സൺറൈസ് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. സോ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ പോവുകയാണ്. ഇപ്പം നേരെ അങ്ങോട്ടേക്കാണ് പോണത്. എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഹെൽപ്പ് കിട്ടി. അപ്പോൾ പുള്ളിനോട് നന്ദി പറയുകയാണ്. യു ടേക്ക് ദ ഫോൺ, ഐ നീഡ് ടു കോൾ ഹിം. ഈ സീ വ്യൂ എന്ന് പറയുന്ന ഹോട്ടലാണോ? ഇപ്പോൾ സീ വ്യൂ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ ഒരു ഫുള്ളൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ. അതിൻ്റെ വണ്ടി കണ്ടോ? ആ ഓക്കെ. എവിടെ ആയിട്ടാ ബ്രോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? നല്ലൊരു കിടിലൻ പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ പറഞ്ഞോ? നേരാ. എൻ്റെ കോ ഡ്രൈവറിന് എന്താ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. നമ്മളിതാ ഞാൻ പറഞ്ഞ ആളെടുത്ത് എത്തിയിട്ടുണ്ട്. അഷ്കർ എന്നാണ് പേര്, പാലക്കാടുകാരനാണ്. നമ്മളെ ഈ ഒരു ഹോട്ടലിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ഹോട്ടൽ സീ ഫേസ് കറക്റ്റ് കടലാണ്. ഇപ്പോൾ രാത്രി നോക്കിയാൽ കാണൂല. നാളെ രാവിലെ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് പുള്ളി പറഞ്ഞത് നല്ല സൺറൈസ് കാണാമെന്നുള്ളതാണ്. കൂടെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഫുള്ള് മലയാളികളെ. ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് 4 ലൈൻ റോഡ് ഉണ്ടോ ഇവിടെ വരെ? പണി നടക്കുകയാണ്. ഞാൻ എത്ര നോക്കിയിട്ട് അതിൽ കയറാൻ പറ്റിയില്ല. ഞാൻ നെയ്യാറ്റിൻകര കാരോട് വരെ. നിങ്ങളൊക്കെ എവിടെയാ? ട്രിവാൻഡ്രം. ചേട്ടനോ? കോവളം. ഓ, ഇന്നലെ കോവളത്തായിരുന്നു ഞങ്ങൾ. പേര് അരവിന്ദ്. ചേട്ടൻ? സുലൈമാൻ. ഓക്കെ. ഇത് മലയാളികളല്ല അല്ല, എന്നാലും ഹൈ. തൂത്തുക്കുടി. ഓക്കെ. സോ ഇന്ന് എല്ലാവരും ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. ഭക്ഷണം കഴിച്ചോ? ഇല്ലേ? വരി, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വരി. കഴിച്ചു? സത്യം പറയും. ഇല്ല, ഇന്ന് എൻ്റെ വക. വരി. എന്നാ പോയിട്ട് വരാം. കുക്കീർ, ലെറ്റ്സ് ഗോ. നിങ്ങൾ ഒന്ന് എല്ലാ സാധനം ഇതിലാണ്. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നോക്കുക. ഓക്കെ. സോ നമുക്ക് പിന്നെ ഇനി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. പുള്ളീൻ്റെ ഡ്യൂട്ടിക്ക് ടൈം കഴിഞ്ഞ് മോർണിംഗ് ആണ്. മോർണിംഗ് 6 to 6 ആണ്. 6 to 6 ആണ്. ഓക്കെ. ഓ, രാവിലെ 6 മണിക്കോ? എങ്ങനെ എണീച്ച് വരുന്നടാ? ശീലേ. ഓക്കെ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. പുള്ളി മലയാളിയാ? ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എവിടെയാണ് കിടന്നുറങ്ങുന്നത്. അല്ല, ജീപ്പിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവേകാനന്ദ സ്റ്റാച്യൂവിൻ്റെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പിന്നെ രാവിലെ പോയിട്ട് ക്യൂ നിൽക്കണം. നോർമൽ ടിക്കറ്റ് എത്ര? 70. നോർമൽ ടിക്കറ്റ് 75 രൂപ. പിന്നെ പ്രീമിയം ആണെങ്കിൽ 300 രൂപ. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ 350 340 കൊടുക്കണം. അത് കൊടുത്താലും കുഴപ്പമില്ല, ക്യൂവിൽ നിൽക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എടാ, ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? അല്ലല്ലോ, എല്ലാവരും വന്നോട്ടെ അല്ലേ? അപ്പോൾ നിങ്ങൾ വരേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സീ ഫേസ് ഹോട്ടൽ എന്ന് അടിക്കുക ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരും. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ത്രിവേണി ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ
ബ്രിഡ്ജിലോട്ട് പോകാനാണ്, ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാനുള്ള ബോട്ട് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരാം, ഇത് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡുണ്ട്, പക്ഷെ അത് 5 സ്റ്റാറാണ്. വെറുതെ 5 സ്റ്റാറൊക്കെ കഴിച്ചിട്ട് തടി കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഓൻ വിചാരിക്കുന്നുണ്ടാവും, ഓ വലിയ യൂട്യൂബർ വന്നിട്ട് അവിടുന്ന് ഫുള്ള് അങ്ങനെ വിചാരിക്കുന്നു. അപ്പം പിന്നെ നമ്മളിങ്ങി നേരെ പോയിട്ട് സംസം എന്ന് പറഞ്ഞിട്ട് ഒരു കേരള റെസ്റ്റോറൻറ്റ് പോലെ അല്ലേ, ഒരു ടച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ അവിടേക്കാണ് പോണത്. നമ്മൾ കുക്കീർ ഇവിടെ കുക്കീർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കന്യാകുമാരിയിലെ തിരക്ക്. എല്ലായിടത്തും നല്ല തിരക്കാണ്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല ആൾക്കാരാണ്. ഹോട്ടലിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ബട്ടർ നാനും തന്തൂരിയുമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച വേറെ സാധനമാണ്. ലാസ്റ്റ് എത്തിയപ്പം മന്തി റൈസ് വന്നു. കുക്കീറിന് ഇതുവരെ കിട്ടിയില്ല, ഭാഗ്യമില്ല. കുക്കീർ ഇന്ന് ഫുള്ള് ചൂടിലാണ്, എന്ത് പറഞ്ഞാലും ചൂടാവുന്നുണ്ട്. റെഡി ആയിക്കോളും 2 ദിവസം കഴിയുമ്പം, ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. സോ ഗൈസ്, ഫൈനലി നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തിക്കണം. ഇനിയാണ് പ്രശ്നം വരുന്നത്. വണ്ടീൻ്റെ ബേക്കിൽ ഫുള്ള് സാധനങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ടോ, ഫുള്ള് സാധനങ്ങളാണ്. ഇത് താഴേക്ക് വെക്കാൻ താഴെ ഇവിടെ ഫുള്ളാണ്. അപ്പോൾ നമ്മളെന്താക്കണം, കുറേയൊക്കെ സീറ്റിൻ്റെ അവിടെയൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. സോ പണി തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്യും, വി ഹാവ് ടു പുട്ട് സംതിങ് ഇൻ ദ ടയർ, റൈറ്റ്? അത് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഫ്രണ്ട് സീറ്റിലോട്ട് മാറ്റുകയാണ്. ഇല്ലാണ്ട് ഇപ്പം നോ സ്പേസ് ഗൈസ്, നോ സ്പേസ്, നത്തിങ് സ്പേസ്. Keep it there. Everything. Keep. Table ऊपर. Sir, ऊपर. Huh? Not sure, man. Nobody will take it. We are here, right? Yeah. Sir, you are Here. master. Here, take. So guys, നമ്മൾ ഈ ടേബിള് ഇതിൻ്റെ മേലേക്ക് വെക്കാനുള്ള പ്ലാൻ. സോ ഗൈസ്, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കിടക്കാനുള്ള ബെഡ് റെഡി. ഇനി ആ തലാന വലിച്ചിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച്, പിന്നെ ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഇവിടെ വെച്ച്, വണ്ടി മുന്നോട്ട് പോകാതിരിക്കാൻ ജാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ്, എല്ലാ സാധനങ്ങളും നേരത്തെ ഇവിടെ ഇട്ടിരിക്കണേ. ഇനി ഇതോട്ട് ക്ലോസ് ചെയ്യുന്നു, ഉള്ളിൽ കിടന്നുറങ്ങുന്നു. സോ ഗൈസ്, ഫൈനലി നമ്മൾ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ കിടക്കുന്നത് നമുക്ക് ഇവിടെ വരെ വരും. ഇവിടുന്ന് കാലിതാ ഇവിടെ വരും. ഇത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ യാത്ര ചെയ്യണം ചെറുക്കാനൊക്കെ. പിന്നെ ഒട്ടുക്കത്തെ ചൂടും, പിന്നെ ഇത് തുറന്നിടാതെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ കൊതുകിൻ്റെ കടിയും. മൊത്തത്തിൽ സൂപ്പർ. ഒരുത്തൻ പവർ ബാങ്ക് കുത്തിയിട്ടിരിക്കണേ, പക്ഷെ എന്ത് ചെയ്യാനാ, വണ്ടി ഓണാക്കാതെ ചാർജ് കയറില്ല. സോ ഗൈസ്, എന്താണോ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്നൊരു ദിവസം ഇങ്ങനെ കിടക്കാൻ പോവാണ്. ബാക്കിയെല്ലാം നാളെ പറഞ്ഞുതരാം. ഇത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.